Hi everyone, I am Advocate Anakha, a practicing lawyer and your teacher here at Law Simplified. This channel is made for law students, judiciary aspirants and anyone who wants to understand the law easily. ഇവിടെ നിങ്ങൾക്ക് ലോ സബ്ജക്ട്സ് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാം. ആദ്യം അഡ്മിനിസ്ട്രേറ്റീവ് ലോ, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ, പിന്നെ അങ്ങനെ ഓരോരോ സബ്ജക്റ്റ് വൈസായിട്ട് നിങ്ങളുടെ കമൻസ് അനുസരിച്ച് ഞാൻ പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ് ഇടാം. ഇവിടെ ലോ സബ്ജക്ട്സ് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ആദ്യമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ലോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് ജുഡീഷ്യറി ആസ്പിറൻസ്, LLB സ്റ്റുഡൻസ്, അതുപോലെ തന്നെ ലീഗൽ നോളജ് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഏറെ ഉപകാരപ്പെടും എന്നുള്ളതിൽ തർക്കമില്ല. അപ്പം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതിനൊക്കെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം, എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ പ്രാവശ്യവും നോട്ടിഫിക്കേഷൻ അനുസരിച്ച് വീഡിയോസ് കിട്ടും. യു വിൽ ഫൈൻഡ് ടോപ്പിക് വൈസ് എക്സ്പ്ലനേഷൻസ്, ലാൻഡ്മാർക്ക് കേസ് ലോസ്, ലീഗൽ MCQs, answer writing tips and career guidance here. Law is not just for exams. It is power, it's awareness, and I am here to simplify it for you. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ലോ ഒരുമിച്ച് പഠിക്കാൻ തുടങ്ങാം. വെൽക്കം ടു ലോ സിംപ്ലിഫൈഡ് വിത്ത് അഡ്വക്കേറ്റ് അനഖ, വെയർ ലോ മീറ്റ്സ് ക്ലാരിറ്റി. അപ്പം നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ലോയാണ്. അപ്പോൾ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ? അത് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലോ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുന്നത് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ. നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്താണെന്ന് പഠിക്കണം, ഡെഫിനിഷൻ പഠിക്കണം, നാച്ചർ പഠിക്കണം, സ്കോപ്പ് പഠിക്കണം, സോഴ്സസ് പഠിക്കണം. അങ്ങനെ നമുക്ക് ടോപ്പിക് വൈസായിട്ട് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. അപ്പോൾ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ? വാട്ട് ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ? അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഈസ് എ ബ്രാഞ്ച് ഓഫ് പബ്ലിക് ലോ that deals with the structure, functions, powers and procedures of administrative bodies such as government departments, public officers and statutory authorities. അപ്പോൾ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ? അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറയുന്നത് ഒരു പബ്ലിക് ലോയുടെ ബ്രാഞ്ചാണ്. അത് എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്? പൊതുജനങ്ങൾ, നമ്മുടെ പബ്ലിക്സ്, സർക്കാർ ഉദ്യോഗസ്ഥർ. അപ്പോൾ ഇവരൊക്കെ തമ്മിലുള്ള ഒരു ബന്ധം, ഈ സർക്കാർ ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം, ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ആ കണക്ഷൻ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. കാരണം സർക്കാർ വകുപ്പുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾ അത് അവർക്ക് വിവിധ ചുമതലകൾ, ഒരുപാട് ചുമതലകൾ വഹിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ, അതവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും അവരുടെ അധികാരങ്ങൾ, ഈ അവരുടെ പവേഴ്സ്, കാരണം പവർ കൂടുമ്പോൾ അധികാരം കൂടുമ്പോൾ ഒരുപാട് തെറ്റുകൾ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ അവർ തെറ്റായിട്ട് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഒരു നിയമം അത്യാവശ്യമാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ് നിയമം? നമ്മുടെ സാധാരണ പൗരന്മാർക്ക് ഒരു സംരക്ഷണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോയുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. കാരണം അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു കാരണത്താലാണ്. സർക്കാർ ഉദ്യോഗസ്ഥരുടെയും അപ്പോൾ അവരുടെ പൊതുജനങ്ങളുടെയും തമ്മിലുള്ള ആ ഒരു ബന്ധം നിയന്ത്രിക്കുക, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു പവേഴ്സ് കൂടുമ്പോൾ, അധികാരം കൂടുമ്പോൾ അത് പരിധി വിടാതിരിക്കാൻ വേണ്ടി അവയെ നിയന്ത്രിക്കേണ്ടുന്ന ആവശ്യകത ഉണ്ടായതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഈസ് എ ബ്രാഞ്ച് ഓഫ് പബ്ലിക് ലോ that deals with the structure, functions, powers and procedures of administrative bodies. അത് ഏതൊക്കെയാണ്? ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പബ്ലിക് ഓഫീസേഴ്സ് ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസ്. ഇറ്റ് ഗവേൺസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് സിറ്റിസൺസ് ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ പൊതുഭരണത്തിൽ നമ്മുടെ സിറ്റിസൺസിന്, പൊതുജനങ്ങളും സ്റ്റേറ്റും തമ്മിലുള്ള ഒരു ബന്ധത്തിനെ, ആ ഒരു ബന്ധം കറക്റ്റായിട്ട് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. It aims to ensure that these authorities do not misuse their powers and that the actions of the government are just, fair and lawful. വളരെ സുതാര്യമായിട്ടുള്ള ഭരണത്തിന് വേണ്ടിയിട്ടും അവരുടെ പവേഴ്സ് മിസ്യൂസ് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ട് അവരെ നിയന്ത്രിക്കുന്ന ഒരു നിയമശാഖയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ. മനസ്സിലായല്ലോ?
അപ്പം നമ്മൾ എന്ത് ക്വസ്റ്റ്യൻസ് LLB സ്റ്റുഡൻസിന് എക്സാം ടൈമിൽ ഏത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നമ്മൾ വാട്ട് ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്നുള്ളൊരു സംഭവം, അത് ആ ഒരു ഡെഫിനിഷൻ അതെന്താണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ടും എഴുതണം. ആ ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ ഒരു എക്സാമിനർ പേപ്പർ നോക്കുമ്പോൾ വാട്ട് ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്നുള്ളൊരു ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്താണെന്നുള്ള ബേസ് അറിയാവുന്ന സ്റ്റുഡൻ്റാണ് എന്നവർക്ക് മനസ്സിലാവും. അവരെ ഇംപ്രസ് ചെയ്യിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടിപ്പ് അതാണ്. പിന്നീട് നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ലോ കുറേ ആൾക്കാർ അഡ്മിനിസ്ട്രേറ്റീവ് ലോയെക്കുറിച്ച് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റായി ഡിഫൈൻ ചെയ്ത ഒരു 2-3 പേരുടെ ഡെഫിനിഷൻസും കൂടി നമ്മൾ അതിനകത്ത് ചേർക്കണം. അപ്പം ഞാനിവിടെ ഇപ്പോൾ ഞാൻ പഠിച്ച സമയത്ത് ഞാൻ ഈ 3 ആൾക്കാരുടെ ആയിരുന്നു പ്രധാനമായിട്ടും എഴുതിയിരുന്നത്. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ലോ റാങ്ക് ഹോൾഡറാണ്. അപ്പോൾ ഞാൻ ഈ 3 പേരുടെയാണ് എഴുതിയിരുന്നത്. ആരൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത് എന്നുള്ളതാണ്. ഞാൻ എഴുതിയത് ഐവോ ജെന്നിങ്സിനെ എഴുതി. അതേപോലെ തന്നെ KC ഡേവിസ് ഐവോ ജെന്നിങ്സ് ഒക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ വളരെ നല്ല ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ കുറേ ആൾക്കാർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് ലോയെക്കുറിച്ച്, അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഏതൊക്കെ രീതിയിലാണ്, അതിൻ്റെ നീഡ്സ് എന്താണ്, അതിൻ്റെ സ്കോപ്പ് എന്താണ്, അതിൻ്റെ സോഴ്സസ് എന്താണ്, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഒരുപാട് പേര് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഐവോ ജെന്നിങ്സ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഈസ് ദ ലോ റിലേറ്റിംഗ് ടു ദ അഡ്മിനിസ്ട്രേഷൻ. അത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇറ്റ് ഡിറ്റർമിൻസ് ദ ഓർഗനൈസേഷൻ, പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ്. വെയ്ഡ് ആൻഡ് ഫോസിത്ത് പറഞ്ഞിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഈസ് ദ ബ്രാഞ്ച് ഓഫ് പബ്ലിക് ലോ. അതാണ് നമ്മൾ ആദ്യം തന്നെ പഠിച്ചത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ വാട്ട് ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് നമ്മൾ ആദ്യം തന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഓരോന്നിൻ്റെയും വ്യത്യസ്തമായിട്ടൊന്നും ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊന്നും എഴുതുന്നതേ ഉള്ളൂ. അപ്പോൾ വെയ്ഡ് ആൻഡ് ഫോസിത്ത് ഇതുകൂടി പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഡീൽസ് വിത്ത് ഓർഗനൈസേഷൻ്റെ പവേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് കോസി അഡ്മിനിസ്ട്രേറ്റീവ് ഏജൻസീസ്. കോസി അഡ്മിനിസ്ട്രേറ്റീവ് ഏജൻസീസ് നമ്മൾ താഴോട്ട് പഠിക്കുന്നുണ്ട്. കൺസ്യൂമർ കോടതികൾ, ടാക്സ് അപ്പീലിയേറ്റ് ട്രൈബ്യൂണൽസ്, ഇതൊക്കെയാണ് കോസി ജുഡീഷ്യൽ ഏജൻസീസ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ താഴോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മാത്രം നിങ്ങളതിനകത്ത് ചേർക്കുക. പിന്നെ നമ്മൾ മൂന്നാമതായിട്ട് ഒരാളുടെ കൂടി എഴുതുന്ന KC ഡേവിസ്. അദ്ദേഹവും വളരെ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോയെക്കുറിച്ച്. അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഈസ് എ ലോ കൺസേണിംഗ് ദ പവേഴ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഏജൻസീസ് ഇൻക്ലൂഡിംഗ് എസ്പെഷ്യലി ദ ലോ ഗവേണിംഗ് ജുഡീഷ്യൽ റിവ്യൂ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻ. ഈ 3 പേരുടെ ഡെഫിനിഷൻസ് നിങ്ങൾ എക്സാം എഴുതുന്നവരാണെങ്കിൽ എക്സാമിൽ ഇത് ആഡ് ചെയ്യണം. പിന്നെ ജുഡീഷ്യറി ആസ്പിറൻസ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്താണ്, അതിനകത്ത് നിങ്ങൾ ആ ഒരു ഡെഫിനിഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്താണെന്നുള്ളത് ബേസിക്കായിട്ടും മനസ്സിലാക്കിയിരിക്കണം. ഇനി താഴോട്ട് വരുന്ന ഓരോരോ സബ്ജക്ട് ടോപ്പിക് വൈസ് നിങ്ങളത് നന്നായിട്ടൊന്ന് ഉൾക്കൊണ്ടാൽ മതി. പിന്നെ ലീഗൽ നോളജ് ഇമ്പ്രൂവ് ചെയ്യുന്നവർക്കും അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്താണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ സിംപ്ലിഫൈഡ് ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറയുന്നത് കൺട്രോൾ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആൻഡ് പബ്ലിക് ബോഡീസ്, ensures fair treatment and lawful decisions, covers things like licensing, tax collection, public service rules, tribunal functioning, etc. ഇതൊക്കെയാണ് നമുക്ക് സിംപ്ലിഫൈഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കഴിയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ലോ. നിങ്ങൾക്ക് കൂടുതൽ അഡ്മിനിസ്ട്രേറ്റീവ് ലോയുടെ നോട്ട്സുകൾ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യണം. കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. കമൻറ്റ് ബോക്സിൽ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ ആവശ്യമുണ്ടെങ്കിൽ തരാം. അപ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ലോയുടെ നാച്ചർ, സ്കോപ്പ്, സോഴ്സസ്, ഇങ്ങനെ ഓരോന്നായിട്ട് പഠിക്കാം. ഇപ്പം നമ്മൾ വാട്ട് ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ താങ്ക് യു സ്റ്റുഡൻസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.